Illustration 4. The following is a balance sheet of Mrs. A and B as on 31st March 2015. So 31st March 2015 la A and B യുടെ balance sheet തന്നിട്ടുണ്ട്. It was agreed that Mr. C is to be admitted for a fifth share in the future profits from 1st April 2005. So 1st April 2005 Mr. C admit ചെയ്യും for fifth share. He is required to contribute cash towards goodwill and 10,000 towards capital. So goodwill ആയിട്ടും capital ആയിട്ടും capital ആയിട്ട് 10,000ഉം goodwill കൊണ്ടുവരണം. goodwill എന്താണെന്ന് നമുക്കറിയില്ല. The following further information is furnished. Partners A and B shared the profits in the ratio 3:2. So partners A and B യുടെ profit sharing ratio 3:2. Mr. A was receiving a salary of 500 per month from the very inception of the firm in addition to share of profit. ഷെയർ ഓഫ് പ്രോഫിറ്റ് കൂടാതെ മിസ്റ്റർ എക്ക് 500 പെർ മന്ത് സാലറി കിട്ടുന്നുണ്ട്. സോ ആനുവലി 500 ഇൻറ്റു 12 6,000 മിസ്റ്റർ എക്ക് സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്രോഫിറ്റ് റേഷ്യോ ബിറ്റ്വീൻ എ ബി ആൻഡ് സി വിൽ ബി 3:1:1. സോ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1:1. മിസ്റ്റർ എ വിൽ നോട്ട് ഗെറ്റ് എനി സാലറി ആഫ്റ്റർ ദ അഡ്മിഷൻ ഓഫ് മിസ്റ്റർ സി. സോ മിസ്റ്റർ സിയുടെ അഡ്മിഷന് ശേഷം മിസ്റ്റർ എക്ക് സാലറി ഒന്നും കിട്ടില്ല. അതായത് മിസ്റ്റർ സി അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ദേ നോ ലോങ്ങർ ഹാവ് ടു പേ ദ സാലറി ടു മിസ്റ്റർ എ. ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം ഷുഡ് ബി ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് 2 years purchase of the average profit from business of the last 5 years. So last 5 years in the average profits in the 2 years purchase ആണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് 31st March 2001 പ്രോഫിറ്റ്, 2 ലോസ് ക്വസ്റ്റനിൽ തരുമ്പോൾ അപ്പോൾ തന്നെ ബ്രാക്കറ്റ്സ് ഇടുക, ഇല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണെന്ന് കരുതി പെട്ടെന്ന് ആഡ് ചെയ്തു പോകും. സോ തന്നിട്ടുണ്ട് ദ എബവ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആഫ്റ്റർ ചാർജിങ് സാലറി ഓഫ് മിസ്റ്റർ എ. സോ മിസ്റ്റർ എയുടെ സാലറി ചാർജ് ചെയ്യുന്നതിന് ശേഷമുള്ള പ്രോഫിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. The profit of the year ended 31st March 2011 included an extraneous profit of 30,000. So 31st March 2011 ഒരു എക്സ്ട്രേനിയസ് പ്രോഫിറ്റ് 30,000 ഉണ്ട്. അത് ആക്ച്വൽ പ്രോഫിറ്റ് അല്ല. സോ അത് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ദ ലോസ് ഓഫ് ദ ഇയർ എൻഡഡ് 31st March 2012 വാസ് ഓൺ അക്കൗണ്ട് ഓഫ് ലോസ് ബൈ സ്ട്രൈക്ക് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 20,000. സോ ആ ലോസ് എന്ന് പറയുന്നത് എബ്നോർമൽ ലോസ് ആണ്. അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. It was agreed that the value of goodwill of the firm should appear in the books of the firm. So ഇത് ശ്രദ്ധിക്കുക, വാല്യൂ ഓഫ് ദ ഗുഡ്വിൽ ബുക്സിൽ കാണിക്കണം, അതായത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതിയിട്ട് ക്യാൻസൽ ചെയ്ത് കളയരുത്, ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ഓഫ് ദ ഇയർ എൻഡഡ് 31st March 2006 വാസ് 40,000 ബിഫോർ ഡെപ്രിസിയേഷൻ. സോ ഡെപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുൻപ് ട്രേഡിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 40,000 ആണ്. പാർട്ട്നേഴ്സ് ആർ ഡ്രോൺ ഈച്ച് 1,000 per month as drawings. The value of the other assets and liabilities as on 31st March 2006 were as under: building, stock, debtors, investment, liability. So 31st March 2006 പ്രകാരമുള്ള അസറ്റ്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. Provide depreciation at 5% on land and building on the closing balance and interest at 6% on his loan. Then they applied for conversion of the firm. So ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ്റ്റർ സിയുടെ അഡ്മിഷൻ. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അഡ്മിഷൻ, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് കൺവേർഷൻ. സോ അഡ്മിഷൻ പ്ലസ് കൺവേർഷൻ ഉള്ളൊരു പ്രോബ്ലമാണിത്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കൺവേർഷൻ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ABC പ്രൈവറ്റ് ലിമിറ്റഡ്. സർട്ടിഫിക്കറ്റ് റിസീവ്ഡ് ഓൺ 1st April 2006. സോ കൺവേർഷൻ നടന്നത് 1st April 2006 They decided to convert capital accounts of partners into share capital in the ratio of 3:1:1 on the basis of total capital as on 31st March 2006. If necessary, partners have to subscribe to fresh capital or withdraw. Excess or deficit in the നോക്കാം. Then prepare statement of profit and loss of the year ended 31st March 2006 and balance sheet of the company. So ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺവേർഷൻ ഉണ്ട്, അഡ്മിഷൻ ഉണ്ട്. സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അഡ്മിഷൻ ആണ്. സോ മിസ്റ്റർ സീനെ അഡ്മിറ്റ് ചെയ്യുന്ന എത്രാം തീയതി? 1st April 2015 മിസ്റ്റർ സീനെ അഡ്മിറ്റ് ചെയ്യുന്നത്. കൺവേർഷൻ നടക്കുന്നത് 1st April 2006, അതായത് 31st March 2006 സോ 31st March 2006 ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ആ ബാലൻസ് ഷീറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. സോ ഫസ്റ്റ് തന്നെ
ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എടുത്ത് തന്നിട്ടുണ്ട്. ഗുഡ് വിൽ എന്ന് പറയുന്നത് 2 years purchase of the average profit from business of last 5 years. So average profit of last 5 years നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 31st March ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് മൂന്നും ഇത് അഞ്ചെണ്ണം ആഡ് ചെയ്യാം. 20,000 മൈനസ് 10,000 പ്ലസ് 20,000 പ്ലസ് 25,000 പ്ലസ് 30,000. സോ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 85,000 ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിനകത്ത് നിന്ന് എക്സ്ട്രേനിയസ് പ്രോഫിറ്റ് ഓഫ് 30,000 മൈനസ് ചെയ്യണം. ദെൻ ലോസ് 20,000 ആഡ് ബാക്ക് ചെയ്യണം. സോ എക്സ്ട്രേനിയസ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണം, ലോസ് അബ്നോർമൽ ലോസസ് ആഡ് ബാക്ക് ചെയ്യണം. സോ റിവൈസ്ഡ് പ്രോഫിറ്റ് നമുക്ക് 75,000 കിട്ടും. ഇനി ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 5 ഇയേഴ്സിലെ ആവറേജ് പ്രോഫിറ്റ് 75,000 ഡിവൈഡഡ് ബൈ 5 ഇയേഴ്സിലെ ആവറേജ് പ്രോഫിറ്റ്. സോ 15,000 കിട്ടും. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ സാലറി എന്ന് പറയുന്നത് മിസ്റ്റർ എക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ മിസ്റ്റർ സിയുടെ അഡ്മിഷന് ശേഷം കിട്ടില്ല. സോ അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണമല്ലേ? സോ ആ സാലറി കൊടുക്കണ്ട ഇനി. അപ്പോൾ ആ 6,000 ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, സാലറി 500 പെർ മന്ത് ആണ്. 500 × 12 6,000 ആഡ് ബാക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ 6% ഡിബഞ്ചേഴ്സ് ഉണ്ട് 20,000. അതിൻ്റെ ഇൻട്രസ്റ്റ്, അത് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആണ്. സോ അത് മൈനസ് ചെയ്യണം. 20,000 × 6% 1,200 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 19,800 കിട്ടും. ഓക്കെ, സോ ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 years × 2 years. സോ 19,800 × 2 years 39,600 ആണ് ടോട്ടൽ ഗുഡ് വിൽ. അതിൽ സിയുടെ ഷെയർ എന്ന് പറയുന്നത് എത്രയാണ്? Mr. C is to be admitted for a 5th share in future profit. So 39,600 × 1/5 7,920 ആണ് സിയുടെ ഷെയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. Trading profit for the year ended 31st March 2006 was 40,000 before depreciation. So credit balance by trading profit 40,000. Then next എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും? ഡെപ്രിസിയേഷനും ഇൻട്രസ്റ്റും. ഇവിടെ ബിഫോർ ഡെപ്രിസിയേഷൻ ആണ് ട്രേഡിംഗ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. സോ ഡെപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ഡെപ്രിസിയേഷൻ അറ്റ് 5% ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 60,000. 60,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ 3,000 ടു ഡെപ്രിസിയേഷൻ കൊടുക്കാം. ആൻഡ് ഇൻട്രസ്റ്റ് അറ്റ് 6% ഓൺ ഏസ് ലോൺ. സോ ഏസ് ലോൺ എത്രയാണ്? 10,000. 10,000ൻ്റെ 6% ഇൻട്രസ്റ്റും കൊടുക്കാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഏസ് ലോൺ എന്ന് പറഞ്ഞാൽ 600 വരും. ദെൻ നേരത്തെ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമായ 1,200 ഉണ്ട്. അത് ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കുക. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ട്രേഡിംഗ് പ്രോഫിറ്റ് ബാലൻസ് എഴുതുക. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ദെൻ ഡെപ്രിസിയേഷനും ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ 40,000 50,000 എയുടെ ബിയുടെ. ദെൻ നെക്സ്റ്റ് ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് ഓൾഡ് റേഷ്യോ ആയ 3:2 10,000 3:2 ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എയ്ക്കും ബിക്കും. 6,000ഉം 4,000ഉം ബിക്കോസ് ദേ ആർ ഓൾഡ് പാർട്ട്നേഴ്സ്. സിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഗുഡ് വിൽ റേസ്ഡ് ഉണ്ട്. ഗുഡ് വിൽ എത്രയാണ്? ടോട്ടൽ ഗുഡ് വിൽ എന്ന് പറയുന്നത് 39,600 ആണ്. അവർ റേസ് ചെയ്ത ഗുഡ് വില്ലാണ്. സോ 39,600 3:2 റേഷ്യോയിൽ എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. എന്നാണ് 39,600 എയ്ക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് സി കൊണ്ടുവരേണ്ടതാണ്. ക്യാഷ് ടുവേർഡ്സ് ഗുഡ് വില്ലും 10,000 ടുവേർഡ്സ് ക്യാപിറ്റലും. സോ ടുവേർഡ്സ് ഗുഡ് വിൽ സി എത്രയാണ് കൊണ്ടുവരേണ്ടത്? 39,600ൻ്റെ 1/5 ആയ 7,920 സി കൊണ്ടുവരേണ്ടത്. സോ 7,920 പ്ലസ് ക്യാഷ് ക്യാപിറ്റലിന് ടുവേർഡ്സ് 10,000. സോ 17,920 ബൈ ബാങ്ക് എന്നും പറഞ്ഞ് സിയുടെ കോളത്തേക്ക് കാണിക്കുക. ബിക്കോസ് സി ആണത് കൊണ്ടുവരേണ്ടത്. ദെൻ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടി. നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി?
31,600 കിട്ടി. സോ നെറ്റ് പ്രോഫിറ്റും എന്ത് റേഷ്യോയിൽ, ഫ്യൂച്ചർ പ്രോഫിറ്റ് റേഷ്യോ ന്യൂ റേഷ്യോയിൽ 3:1:1 റേഷ്യോയിൽ എക്ക് ബിക്ക് സിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ആർ ഡ്രോൺ ഈച്ച് 1,000 പെർ മന്ത് ആസ് ഡ്രോയിങ്സ്. സോ ഇയർലി 12,000. എ ബി സി ഡ്രോ ചെയ്തു. ക്യാഷ് ഡ്രോയിങ്സ്. ബാലൻസിങ് ഫിഗർ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക, അതായിരിക്കും ക്യാപിറ്റൽ ബാലൻസ്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ബാലൻസ് ബ്രോ ഡൗൺ എഴുതുക. ദെൻ റിസർവ്സ് ഉള്ളത് ഓൾഡ് റേഷ്യോയിൽ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗുഡ് വിൽ റേസ്ഡ്, ഗുഡ് വിൽ ടോട്ടൽ എമൗണ്ട് ഓൾഡ് റേഷ്യോയിൽ എക്കും ബിക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ബൈ ബാങ്ക് എന്നും പറഞ്ഞ് സി കൊണ്ടുവരേണ്ട ക്യാഷ് ടുവേർഡ്സ് ഗുഡ് വില്ലും ടുവേർഡ്സ് ക്യാപിറ്റലും ആഡ് ചെയ്തിട്ട് സിയുടെ കോളത്തിൽ എഴുതുക. ദെൻ നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അതിൻ്റെ ബാലൻസിങ് ഫിഗറായ നെറ്റ് പ്രോഫിറ്റും ന്യൂ റേഷ്യോയിൽ എ ബി സിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡ്രോയിങ്സ് ടു ക്യാഷ് എന്നും പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ എഴുതുക. ബാലൻസിങ് ഫിഗർ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കണം. ഇനി ആദ്യം തന്നെ പറഞ്ഞു 31 മാർച്ച് 2016 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് നേരത്തെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് ലയബിലിറ്റീസിൽ എന്തൊക്കെ വരും, എസ് ലോൺ വരും 10,000, എസ് ലോൺ 10,000. അതിൻ്റെ ഒപ്പം നേരത്തെ നമ്മൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു, ഇൻട്രസ്റ്റ് ഓൺ എസ് ലോൺ 600, അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് 10,600 ആണ് എസ് ലോൺ വരുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓഫ് ദ ഫേം ഷുഡ് അപ്പിയർ ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. സോ അസറ്റ് സൈഡിൽ ഗുഡ് വിൽ റേസ്ഡ് 39,600 ടോട്ടൽ എമൗണ്ട്. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എത്ര വരും, ബിൽഡിംഗ് 60,000 ഉണ്ട്. ഓക്കെ, സോ 60,000 മൈനസ് ഡെപ്രിസിയേഷൻ എത്രയാണ് 3,000. സോ 57,000 ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വരും. ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, സ്റ്റോക്ക് 40,000. ഓക്കെ, ബാലൻസിങ് ഫിഗർ ക്യാഷ് അക്കൗണ്ട് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഇൻറ്റു കമ്പനി, കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്ത് കഴിഞ്ഞത്, അഡ്മിഷൻ ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, ദെൻ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ദെൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ദെൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 മാർച്ച് 2006 പ്രിപ്പയർ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ഇൻറ്റു കമ്പനി. സോ ബാലൻസ് ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്, 80,320, 65,360, 13,440. സോ ടോട്ടൽ അതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1,59,120 ആണ്. അത് ന്യൂ റേഷ്യോ ആയ 3:3:1 എ ബി സിക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ അതാണ് ആക്ച്വലായിട്ട് വേണ്ടത്. ഓക്കെ, ഇതാണ് ആക്ച്വലായിട്ട് വേണ്ട ക്യാപിറ്റൽ. ദെൻ എക്സസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. എക്ക് 80,320 ഉള്ളൂ, ശരിക്കും 95,472 വേണം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ പ്രകാരം. സോ എക്ക് ഡെഫിസിറ്റ് ആണ്. അതേപോലെ തന്നെ ബിക്ക് എക്സസ് ഉണ്ട്, സിക്ക് ഡെഫിസിറ്റ് ആണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് ഓഫ് എ ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പി ആൻഡ് എൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോർമാറ്റ് ആദ്യം തന്നെ എഴുതാം. ദെൻ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ക്യാപിറ്റൽ 1,59,120. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒന്നുമില്ല, ബിക്കോസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ലോങ് ടേം ബോറോവിങ്സ് ഇവിടെ എസ് ലോൺ ഉണ്ട്, എസ് ലോൺ പ്ലസ് ഇൻട്രസ്റ്റ് വരും, 10,600 വരും. ദെൻ അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്, 57,000. ദെൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കഴിഞ്ഞിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ് ഗുഡ് വിൽ 39,600. ദെൻ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. ദെൻ ഇൻവെൻറ്ററീസ് 40,000. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് 13,120. ഇത് റഫ് ബാലൻസ് ഷീറ്റാണ്. ഇതാണ് ഡീറ്റെയിൽഡ് ബാലൻസ് ഷീറ്റ്. സോ റഫ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽഡ് ബാലൻസ് ഷീറ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നമ്മൾ ടീഷ് ഫോർമാറ്റിൽ എഴുതും, ഇത് ഷെഡ്യൂൾ 3 പ്രകാരം എഴുതും. നോട്ട്സ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം. സോ ഈ ക്വസ്റ്റ്യൻ സമറൈസ് ചെയ്ത് പറയാനാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇലസ്ട്രേഷൻ നമ്പർ 4 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം, ലാസ്റ്റ് 5 ഇയേഴ്സിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് വെച്ച് ഇൻറ്റു 2 ഇയേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് വിൽ കിട്ടും, അതിൽ സീഡ് ഷെയർ എടുക്കാം.
ഓക്കെ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ ഈ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് വരും, ദെൻ ഇൻട്രസ്റ്റ് അതാത് സ്ഥാനത്ത് കൊടുക്കുക, എക്സ്പെൻസും ഇൻകവും, ദെൻ ഡിപ്രിസിയേഷന് കൊടുക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിനകത്ത് ബാലൻസ് ക്യാരി ഡൗൺ ആണ് ക്യാപിറ്റൽ ബാലൻസ്. ദെൻ റഫ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2006 പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് ക്യാഷ് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മെയിൻ ബാലൻസ് ഷീറ്റ്. സ്റ്റെപ്പ് 2 കൺവേർഷൻ ഓഫ് കമ്പനി എക്സസ് ഓർ ഡെഫിസിറ്റ്. ആ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ദെൻ ബാലൻസ് ഷീറ്റ്, ഈ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് മെയിൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം.